പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകം അന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം മനുഷ്യൻ പാപം ചെയ്ത് ദൈവശാപത്തിലേക്ക് ശപിക്കപ്പെട്ട അവസ്ഥയിലേക്ക് കടന്നു വരാൻ ഇടവന്നു. ദൈവ തേജസ് എല്ലാം നഷ്ടപ്പെട്ട് അവർ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ദൈവം തോട്ടത്തിന് കാവലേർപ്പെടുത്തി. ഇനി തോട്ടത്തിൽ നിന്നാൽ ജീവവൃക്ഷത്തിന്റെ കൂടെ ഫലം തിന്ന് ദൈവത്തിന്റെ തേജസ്സിൽ ഒത്തവണ്ണം വീണ്ടും കടന്നു വരാനുള്ള സാധ്യത ഉണ്ടാകാതിരിക്കത്തക്ക വിധം ദൈവം അവരെ അവിടെ നിന്ന് പുറത്താക്കി. ദൈവം പുറത്താക്കിയ ശേഷമാണ് അവർക്ക് 2 കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ ആള് കായീൻ, രണ്ടാമത്തെ ആള് ഹാബേൽ. ഒരാള് കൃഷിക്കാരനും ഒരാൾ ആട്ടിടയനുമായിരുന്നു. 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനം മുതൽ നമുക്ക് കാണാം. അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവ്വായെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് കായീനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്കൊരു പുരുഷപ്രവ ലഭിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയനും കായീൻ കൃഷിക്കാരനുമായി തീർന്നു. കുറെ കാലം കഴിഞ്ഞ് തന്റെ നിലത്തിലെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്കൊരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേൽ ആട്ടിൻകൂട്ടത്തിൽ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. ഇവിടെ ആദ്യ ആരാധന നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. തന്റെ അധ്വാന ഫലത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ കായീൻ കൃഷിക്കാരനായിരിക്കെ ദൈവസന്നിധിയിൽ തന്റെ അധ്വാനത്തോടുകൂടെ ദൈവത്തിന് വഴിപാട് കഴിക്കുവാൻ കൊണ്ടുവരുന്നത് കാണുന്നു. അതുപോലെ തന്നെ ഹാബേല് തന്റെ അധ്വാനത്തിന്റെ ഫലം ആട്ടിടയനായതുകൊണ്ട് ആട്ടിൻകൂട്ടത്തിൽ ഏറ്റവും നല്ലതിനെയും നല്ല മനസ്സോടെ ദൈവസന്നിധി യാഗം കഴിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ യാഗം കഴിക്കുന്നുവെങ്കിൽ 2 പേര് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. തന്റെ അധ്വാന ഫലവും ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ഒരാളുടെ അധ്വാന ഫലത്തിൽ ദൈവം പ്രസാദിക്കുകയും ഒരാളുടെ അധ്വാന ഫലത്തിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാതിരിക്കുകയും ചെയ്യുന്നത് കാണുന്നു. ഇവിടെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കായീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കായീൻ ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം പാടി. എന്നാൽ യഹോവ കായീനോട്, നീ കോപിക്കുന്നത് എന്ത്? നിന്റെ മുഖം പാടുന്നത് എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ ദൈവപ്രസാദം ഉണ്ടാകുകയില്ലയോ? യാഗം കഴിക്കാൻ പോയപ്പോൾ അവൻ നന്മ ചെയ്യാത്തത് കൊണ്ടാണ് അവനിൽ എന്തുണ്ടാകാത്തത്? ദൈവപ്രസാദം. ഒരു യാഗം കഴിക്കുന്നവൻ എന്ത് ചെയ്യണം? നന്മ ചെയ്യണം. നന്മ ചെയ്യുന്നവനിൽ ദൈവപ്രസാദം ഉണ്ടാകും. താഴോട്ട് നമുക്ക് വായിക്കുമ്പോൾ വീണ്ടും കാണുന്നു, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ? പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു. ഇവിടെയാണ് കായീൻ അതീവ കോപം അവന്റെ അകത്തു കടന്നു വരുന്നു. പാപം പടിവാതിൽക്കൽ കിടക്കുകയാ ചെയ്യുന്നത്. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. എന്നേരെ കായീൻ തന്റെ അനുജനായ ഹാബേലിനോട്, നാം വയലിലേക്ക് പോകുക എന്ന് പറഞ്ഞു. അവ വയലിൽ ഇരിക്കുമ്പോൾ കായീൻ തന്റെ അനുജനായ ഹാബേലിനോട് കയർത്തു, അവനെ കൊന്നു. ദൈവം പ്രസാദിക്കുന്നെങ്കിൽ, നന്മ ചെയ്ത് ദൈവപ്രസാദം ഉണ്ടെങ്കിൽ എന്തൊരു അനുഗ്രഹമാണെന്ന് അറിയാമോ പ്രിയമുള്ളവരെ? ദൈവസഭയുടെ അകത്ത് നമ്മൾ ദൈവത്തിന് യാഗം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ സ്തോത്രയാഗം, അധരബലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കണമെന്നാണ് തിരുവെഴുത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ ഇന്ന് യാഗം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ
അധരഫലം എന്ന സ്തോത്രയാഗം. നമ്മുടെ അധരം നന്മ ചെയ്യുവാനും പാപം ചെയ്യാതിരിക്കാനും തക്കവണ്ണം സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കുള്ള സകലരും കർത്താവിന്റെ സന്നിധിയിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് ദൈവത്തെ ഹൃദയവും മനസ്സും നിറഞ്ഞ് ആരാധിക്കാൻ കഴിയുന്നുവെങ്കിൽ ദൈവം നിന്നിൽ പ്രസാദിക്കും. ദൈവം പ്രസാദിക്കുന്നില്ലെങ്കിൽ പാപം നിന്റെ വടിവാതിൽക്കൽ കിടക്കുന്നുണ്ട്. അത് നിന്നിലേക്ക് തന്നെ കടന്നു വരും, നിന്നെ പാപത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് പാപത്തിന്റെ സകല മാലിന്യങ്ങളും യേശുവിന്റെ രക്തത്താൽ, ഒരു നിമിഷം പ്രാർത്ഥിക്കാം, യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. ആദിയാഗം കഴിച്ച് പരാജയപ്പെട്ടെങ്കിൽ, കായീൻ അനുജനെ കൊന്നുകളഞ്ഞെങ്കിൽ, ആ ഹാബേലിന്റെ നിലവിളി, ആ നിഷ്കളങ്ക രക്തത്തിന്റെ നിലവിളി ഇന്നും മുഴങ്ങിക്കേൾക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപത്തിനും പരിഹാരമായി തീർന്നിരിക്കൊണ്ട് യഥാർത്ഥ ഒരു യാഗം കഴിച്ച ക്രിസ്തുവിന്റെ സന്നിധിയിൽ സ്തോത്രയാഗം അർപ്പിക്കാനുള്ള വലിയൊരു കൃപ തരണമേ കർത്താവേ. ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.